ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഇന്ന് ഞാൻ ഇതുണ്ടാക്കിയത് കൊണ്ട് വീഡിയോ എടുത്തേ ഉള്ളൂ. ബീറ്റ്റൂട്ടും ക്യാരറ്റും സവാളയും പച്ചമുളകും ഇതെല്ലാം കൂടെ വെച്ച് ഒരു അടിപൊളി തോരനാണ്. നമുക്ക് ഈ തോരൻ വെക്കാൻ ബീറ്റ്റൂട്ടും ക്യാരറ്റും നല്ല ഫ്രഷായിട്ടുള്ളത് വേണം. വാടിയതൊക്കെ എടുത്ത് നമ്മൾ തോരൻ വെച്ചാൽ ഒട്ടും രുചി കാണത്തില്ല. അപ്പം ഞാൻ ഇതിൽ നിന്ന് ഒരു ക്യാരറ്റും ഒരു ബീറ്റ്റൂട്ടുമാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ ആവശ്യത്തിന് സവാളയും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കത്തില്ലേ, ജീരകവും ഒന്നും ചേർക്കത്തില്ല. തേങ്ങയും മഞ്ഞളും ഉപ്പുമാണ് ചേർക്കുന്നത്. അപ്പം നമുക്കിങ്ങനെ ഇതിൻ്റെ സ്കിന്നൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെറുതായിട്ട് കൊത്തി അരിയണം. അപ്പം ബീറ്റ്റൂട്ടും ക്യാരറ്റും കൂടെ ഇവിടെ ഞാൻ കൊത്തി അരിഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ട് അരിയണം. നമ്മളിതിനകത്ത് അധികം വെള്ളമൊന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുക്കത്തേ ഉള്ളൂ. അപ്പം ഇത് വേവണം. ഗ്യാസിൻ്റെ ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് വേവിച്ചെടുക്കാൻ. ഇത് നോക്കിക്കേ, ഒരു ക്യാരറ്റും ഒരു ബീറ്റ്റൂട്ടുമാണ് എടുത്തേക്കുന്നത്. ഇത് എന്തുണ്ടെന്ന് നോക്കിക്കേ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ചിടണം. വെളുത്തുള്ളിയും കരിയാപ്പിലയും തേങ്ങയും സവാളയും. സവാള കൂടിപ്പോകരുത്, സവാള കൂടിപ്പോയി കഴിഞ്ഞാൽ മധുരമാണ്. ബീറ്റ്റൂട്ടും ക്യാരറ്റിനും ഓൾറെഡി മധുരമുണ്ട്. അതിൻ്റെ കൂടെ സവാളയും കൂടെ കൂടുതലിട്ട് കഴിഞ്ഞാൽ അത് മധുരമാകും. അതുകൊണ്ട് അത് ബാലൻസ് ചെയ്തിട്ട് വേണം ഇടാൻ. അതിൻ്റെ കൂടെ ആവശ്യത്തിന് എരിക്ക് പച്ചമുളകും കൂടി ഇടണം. ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും തേങ്ങയും കൂടെ നമുക്കിതിനകത്ത് മിക്സ് ചെയ്ത്, തേങ്ങ ഒന്നും ഞാൻ ചതയ്ക്കുന്നൊന്നുമില്ല, തേങ്ങ അങ്ങനെ ഞാൻ തിരുമിയ തേങ്ങ അങ്ങനെ ഇടുകയാണ്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് നല്ല ഈ മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് വേവിക്കാനാണെങ്കിൽ ഇവിടെ ഞാൻ അധികം വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തളിച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. എന്താണെന്ന് പറഞ്ഞാൽ ചട്ടിയിൽ കരിയാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒന്നുകൂടെ ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കണേ ആദ്യം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്താണെന്ന് പറഞ്ഞാൽ അടിക്കൊന്നും പിടിക്കരുത്. ഇപ്പോൾ ഇത് വെന്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചെറിയ ഒരു ആവി വന്നിട്ടേ ഉള്ളൂ. അതൊന്നുകൂടെ നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്നുകൂടെ അടച്ച് വെച്ച് ഇതെല്ലാം ഒന്നുകൂടെ അമക്കി വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കണം. നമ്മളുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് എടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിമാണെങ്കിൽ കുറച്ച് വെച്ചിട്ടല്ലേ വേവിച്ചത്. ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ബീറ്റ്റൂട്ടും ക്യാരറ്റും കൂടെയുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ക്യാരറ്റ് മാത്രം ഇടുമ്പോൾ ഒരു മധുരം വരും, ബീറ്റ്റൂട്ട് മാത്രം ആകുമ്പോഴും ഇത് രണ്ടും കൂടെ ആകുമ്പം നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചൂട് ചോറിൻ്റെ കൂടെ അടിപൊളി തോരനാണ്. ലാസ്റ്റ് നമുക്ക് ഇതെല്ലാം വെന്ത് കഴിയുമ്പോഴും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.